ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് അധികം സമയമൊന്നുമില്ല, വെറും 5 മിനിറ്റ് മാത്രം മതി. എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കറികളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് അരക്കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് ഞാൻ എടുക്കുന്നുള്ളത്. ഞാനിപ്പോൾ അരക്കപ്പ് അളവിലാണ് ചെയ്യുന്നുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം ചേരുവകളൊന്നും ഇല്ല. തമ്മനയിൽ കണ്ട പോലെ 2 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ഇനി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് അയമോദകം അത് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർത്താൽ നല്ല ടേസ്റ്റും നല്ലൊരു അരോമയാണ് ഇത് ചേർത്ത് എടുത്താൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഉപ്പ് പിന്നെ എല്ലാ ഭക്ഷണത്തിലും നമ്മൾ ചേർക്കുന്നതാണല്ലോ. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്, 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയെന്ന്. പിന്നെ ഉപ്പിലൊന്നും വെള്ളത്തിനൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല. പിന്നെ അതെല്ലാ ഫുഡിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണല്ലോ. പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതേപോലെ കുഞ്ഞായിട്ട് മുറിച്ചിട്ടതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ എരിവിനായിട്ട് ചതച്ച മുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ പച്ചമുളക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എത്രയാണോ പൊടി എടുത്തിട്ടുള്ളത് അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളവും കൂടാതെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അത്ര മതി. ഇത് നമുക്ക് കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നല്ലവണ്ണം ഇതൊന്ന് കലക്കിയെടുത്തിട്ട് വരാം. കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അളവ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റായ ഉരുളക്കിഴങ്ങാണ്. ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്നൊന്ന് നമുക്ക് കളഞ്ഞിട്ട് വരാം. അങ്ങനെ സ്കിന്നൊക്കെ റിമൂവ് ആക്കിയിട്ട് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ സ്കിൻ നമുക്ക് റിമൂവ് ആക്കുന്ന ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ തിന്നായിട്ട് വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും. നല്ല തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇത്രയും തിന്നായിട്ട് വേണം കട്ട് എടുക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് ചിരണ്ടുമ്പോൾ നമുക്ക് കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും കൂടി പറഞ്ഞു തരാം. അതിനായിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഈ സൈഡിൽ ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചിരണ്ടിയെടുത്താൽ നമുക്ക് കൈ ഒന്നും മുറിയാതെ നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് ചിരണ്ടിയെടുക്കാൻ സാധിക്കും. ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ച് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ലവണ്ണം നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറോ ഇല്ലെങ്കിൽ വെളുത്ത കോട്ടൻ്റെ തുണി ഉണ്ടാവുമല്ലോ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പറിലിട്ടാൽ പെട്ടെന്ന് തന്നെ വെള്ളം പോയി കിട്ടും. ടിഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ തുണിയിൽ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് 2 സൈഡിലത്തെ വെള്ളവും ഒന്ന് പോയി കിട്ടണം. കണ്ടല്ലോ, ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചുറ്റിലും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മാവുണ്ടല്ലോ അത് ഇതിന് മുകളിലോട്ടായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിന് മുകളിലോട്ടായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വരെ അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. നമുക്കിതിനൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് അല്പം കുറച്ച് ബ്രഷിൽ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് ഒന്ന് തടവി കൊടുക്കുക. ഇതേപോലെ ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് അല്പം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിക്കാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. കണ്ടല്ലോ, അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടാറ്റാ.